ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണേ. അപ്പോൾ ഇത് ഒരു ദിവസം ഇടവിട്ട് മുടി കഴുകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ ഹെയർ കെയർ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മുടിയിൽ മുട്ട ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം തല കഴുകുന്നവർക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഹെയർ പാക്കിന് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മുട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് പൊട്ടിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലായെങ്കിൽ നമ്മൾ അടുത്ത പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും. അതുകൊണ്ട് ആദ്യം മുട്ട നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം അടുത്ത പ്രൊസീജിയർ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട നല്ലവണ്ണം ബീറ്റ് എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് കുറച്ച് അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അലോവേരയും കൂടെ നല്ലവണ്ണം മിക്സ് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയാൻ നമ്മുടെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഇത് നമുക്ക് 2 സ്പൂൺ ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു സ്പൂണിന് 2 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല സൈസുള്ള സ്പൂണാണ്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡ് നല്ലവണ്ണം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും കേട്ടോ. അത് പിന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം മുട്ടയെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഒരു ദിവസം ഇടവിട്ടാണ് തല കഴുകുന്നതെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം വളരുകയും നല്ല രീതിയിൽ കിടക്കുകയും ചെയ്യും കേട്ടോ നമ്മുടെ മുടി. ഇത് ചൂടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം എടുക്കാം. ഇപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ അതേ എഫക്റ്റ് കിട്ടണമെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മുട്ടയിലേക്ക് ആഡ് ചെയ്യണമെന്നില്ല. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം, ഫുള്ളായിട്ട് തണുക്കുകയും വേണ്ട, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നമുക്കിത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ സൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇത് ജെൽ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് സ്കാൽപ്പ് ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പല്ലകലുള്ള കോംബ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഉറങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ ഉറങ്ങി എണീക്കുമ്പോഴും രാവിലെയും രാത്രിയും ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഉള്ള മിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ സാധാരണ അതാണ് ഉപയോഗിക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ ഡാബർ ആംല, ഞാൻ കുറേ നാളായി ഡാബർ ആംല ഉപയോഗിച്ചിട്ട് അത് നല്ല എഫക്റ്റാണ് കേട്ടോ. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ 6ാം ക്ലാസ് മുതൽ നമ്മുടെ ഡാബർ ആംലയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ലാഗ് വന്നു, പിന്നെയും യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഉള്ള മിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുടി പെട്ടെന്ന് വളരണം, നല്ല കട്ടിയിൽ വളരണം എന്നുള്ളവരാണെങ്കിൽ ഡാബർ ആംല ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് നല്ലൊരു മണവും ഉണ്ട്. നമ്മുടെ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളോടും കൂടിയ എണ്ണയാണ് കേട്ടോ അത്. ഒരു കാരണവശാൽ എണ്ണ തേച്ചതിന് ശേഷം
കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. എങ്കിൽ നമ്മുടെ മുടി ഊരിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും. അപ്പോൾ നമ്മുടെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം മുടിയെ ഓരോ പോർഷൻസ് ആക്കി എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലാക്സീഡ് മുടി വളരാൻ മാത്രമല്ല കേട്ടോ, അകാലനര തടയാനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ മുട്ടയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ടയ്ക്ക് കഴിയും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഫ്ലാക്സീഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടിയും മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാക്സീഡിലെ ഐറ്റംസിനെല്ലാം കഴിയും കേട്ടോ. അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളരാനും താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റവും അതായത് കഞ്ഞിവെള്ളം, മുട്ട എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണല്ലേ. ഇതെല്ലാം നമുക്ക് ഒരാഴ്ചയിൽ തന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സീഡിലെ pH ബാലൻസ് ഫ്ലാക്സീഡിന് നമ്മുടെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ശിരോചർമ്മത്തിലെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ സ്കാൽപ്പിലെ ഓയിലിൻ്റെ ഉൽപ്പാദനത്തിനെ ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഫ്ലാക്സീഡ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒരു ദിവസം റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് മുടിയിഴകളിലേക്ക് ബാക്കി വന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിൽ തന്നെയാണ് കേട്ടോ. മിച്ചം ഉണ്ടെങ്കിൽ മാത്രം മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അലോവേരയും ഒറിജിനൽ, അതായത് നമ്മുടെ ഒറിജിനൽ അലോവേര ഉണ്ടെങ്കിൽ അത് തേക്കുന്നതായിരിക്കും നല്ലതായിട്ട്. ഇപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അലോവേരയുടെ തൈയെല്ലാം വെയിലായപ്പോൾ നശിച്ചു പോയി. ഒരു ചെറിയൊരു തൈ മാത്രമേ നിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എടുക്കാത്തത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. മുട്ട നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ചെറിയ അളവിൽ ഷാംപൂസ് ഉപയോഗിച്ച് കഴുകാം. ഇപ്പോൾ മുട്ടയുടെ സ്മെല്ല് അത്ര കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ്. അതായിരിക്കും. ബൈ ബൈ.